വെൽക്കം ബാക്ക്. സി കോഡിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അറേ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പ്രാക്ടിക്കലി ചെയ്ത് നോക്കാം. നമ്മൾക്കിവിടെ നമ്മൾക്ക് GCC കമ്പൈൽ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇത് വളരെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാവുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് പ്രോഗ്രാമിംഗ്സിലേക്ക് നമുക്ക് ഓൺലൈൻ സി കമ്പൈലറിലേക്ക് പോകാം. ഓക്കെ, നമ്മൾക്ക് ഇവിടെ എഴുതി നോക്കാം. സിംപ്ലി നമ്മൾ ഈ കമൻറ്റ്സ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം അവിടെ അങ്ങനെയാണ് നിൽക്കട്ടെ. ഇവിടെ ഞാനൊരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. എന്തെങ്കിലും ഒരു പേര്. ഓക്കെ, എനിക്കിഷ്ടമുള്ളൊരു പേര് ആപ്പിൾ എന്ന് കൊടുക്കുന്നു. ഞാനതിനൊരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്നു അല്ലേ. ഇനി എനിക്കിതേപോലെ കുറച്ച് അധികം വേരിയബിൾസ് ഉണ്ട്, ഇൻറ്റിജർ തന്നെ. ആപ്പിൾ അല്ലാതെ എനിക്ക് ഓറഞ്ച് ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്. ഇതിൻ്റെ ഒരേ ടൈപ്പ് വേരിയബിളിൻ്റെ ഒരു ബണ്ടിൽ ഇതിനെ നമുക്ക് ഒരുമിച്ച് സ്റ്റോർ ചെയ്യാവുന്ന ഒരു സ്ഥലം. അങ്ങനെയാണ് നമ്മൾ അറേ എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇൻറ്റ് ഞാൻ മന്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളാണ്. അതെനിക്ക് 12 എണ്ണമുണ്ട്. ഓക്കെ, ഇപ്പോൾ മന്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻറ്റിജർ വേരിയബിളിൻ്റെ ഒരു അറേ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആപ്പിളിന് ഇനീഷ്യലൈസേഷൻ അവിടെ തന്നെ കൊടുത്തിരുന്നു. ഇവിടെ ഞാൻ ഇനീഷ്യലൈസേഷൻ അവിടെ തന്നെ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും എന്ന് നോക്കാം. ഒരു ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് അതിന് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ വേണം. ഞാനിവിടെ ഫസ്റ്റ് വാല്യൂ കൊടുക്കുകയാണ് 31 എന്ന്. നെക്സ്റ്റ് വാല്യൂ 30 കൊടുക്കുകയാണ്. നെക്സ്റ്റ് വാല്യൂ 31 എന്ന് കൊടുക്കുകയാണ്. വീണ്ടും 30, അടുത്തത് 31. അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ സാധനം മാത്രം 28 വരും അല്ലേ. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ എത്ര എണ്ണം വന്നു? 12 വാല്യൂ ഞാൻ കൊടുത്തായിരുന്നു. 1 2 3 4 5 6 7 8 9 10 11 12 12 എണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ ഒരു പ്രിൻ്റ് ഇടാണ്. പ്രിൻ്റ് എഫ് ഇതിനകത്ത് ഞാൻ എഴുതാണ് നമ്പർ ഓഫ് ഡേയ്സ് ഇൻ മന്ത് 10 എന്ന് കൊടുക്കണം. ഓക്കെ, ഈസ് ഞാനിവിടെ പ്രിൻ്റ് ചെയ്യാണ്. %d ഒരു സ്ലാഷ് എന്നൊക്കെ കൊടുത്തു. കോമ എനിക്ക് ഏതാണ് മന്ത് വേണ്ടത്? എനിക്ക് സെക്കൻഡ് മന്ത് വേണം, അല്ലെങ്കിൽ തേർഡ് മന്ത് വേണം. ഞാൻ 3 കൊടുത്തു. ഇവിടെ ചുമ്മാ 3 കൊടുത്താൽ പോരാ, മന്ത് ഓഫ് 3 അങ്ങനെയാണ് ഇതിനെ വായിക്കുന്നത്. ഈ അറേക്കകത്തുള്ള 3ാമത്തെ വാല്യൂ ആണ് പ്രിൻ്റ് ആവുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കിവിടെ റൺ കൊടുത്ത് നോക്കാം. ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ മന്ത് 10 ഈസ് 30 എന്ന് വന്നു അല്ലേ. 10 ആക്ച്വലി 1 2 3 4 5 6 7 8 9 10. ഇവിടെ 10ൽ കാണുന്ന വാല്യൂ 31 ആണ്. പക്ഷേ ഇവിടെ പറയുന്നത് 30 എന്നാണ്. എന്തായിരിക്കും കാരണം? നമ്മൾ നേരത്തെ പല കോഡിലും പല പ്രോഗ്രാമിലും പറഞ്ഞതുപോലെ ആക്ച്വലി ഇവിടെ നിന്ന് എണ്ണി തുടങ്ങുന്നത് 0 നിന്നാണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി എവിടെയെങ്കിലും ഒരു വ്യത്യാസം വരുത്തണം. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാനിവിടെ ചുമ്മാ ഡമ്മി ആയിട്ടൊരു വാല്യൂ കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ എനിക്ക് 13 എണ്ണം ആയി അല്ലേ. ഇവിടെ ഞാൻ 13 എന്ന് കൊടുക്കുന്നു. ഓക്കെ, മന്ത് എന്നുള്ളത് 13 മന്ത്സായിട്ട് കൊടുക്കുന്നു. ഇനി റൺ കൊടുത്തു കഴിഞ്ഞാൽ 10th മന്തിന് 31 എന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടും. 12th മന്തിന് നമ്മൾക്ക് 12th മന്തിൻ്റെ നോക്കാം. സോറി, നമ്മളിവിടെ മന്ത് 3 ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ 10 കൊടുത്താലും സെയിം ആണ്. ഓക്കെ, റിസൾട്ടിൽ മാറ്റമൊന്നുമില്ല.
നമ്മൾക്ക് 12th ചെയ്ത് നോക്കാം. 12th ആണെങ്കിൽ 12th 31 ആണല്ലേ. നമ്മൾക്ക് സെക്കൻഡ് മന്ത് 28 കിട്ടണമല്ലോ. ഇവിടെ 28 ചെയ്ത് നോക്കാം. നമ്പർ ഓഫ് ഡേയ്സ് ഇൻ മന്ത് 2 ഈസ് 28. ഇങ്ങനെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കൗണ്ടിങ് തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്കിവിടെ ഡമ്മി ഒന്നും കൊടുത്തില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ 12 തന്നെ മതി. നമ്മൾക്ക് എവിടെയെങ്കിലും ഇവിടെ മന്ത് നമ്മൾക്ക് ഏതാ വേണ്ടത്? മന്ത് സെക്കൻഡാണ്. ഇവിടെ ഒരു പ്ലസ് അല്ലെങ്കിൽ ഒരു -1 കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും. സെക്കൻഡ് മന്തിൽ 30 എന്നാണ് കാണുന്നത്. അവിടെ എന്തോ പ്രശ്നമുണ്ട്. മന്ത് 2 -1. ഓക്കെ, മന്ത് 2 -1 അല്ല, ആക്ച്വലി 2 -1 എന്നുള്ളത് ഇവിടെ നം എന്നുള്ളൊരു വാല്യൂ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ നം -1 എന്ന് കൊടുക്കാൻ പറ്റും. ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന സെക്കൻഡ് മന്ത് ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നം = 2 എന്ന് കൊടുത്തു. ഇപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ മന്ത് 2 ഈസ് 28. ഇത് നമ്മൾ പ്രോഗ്രാമർ ലോജിക്കലി ചെയ്യുന്ന ഒരു ഡിക്രിമെൻ്റ് ആണ്, ഒരു -1. ഓക്കെ, കാരണം നമ്മൾക്ക് എത്രാമത്തെ മന്ത് ആണോ വേണ്ടത് അതിൻ്റെ -1-ലാണ് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന മന്ത് കിടക്കുന്നത്. 12ാമത്തെ മന്ത് ഡിസംബർ ആണ്. ആക്ച്വലി നമ്മൾ പ്രോഗ്രാമറാണ്, അതുകൊണ്ട് 11ാമത്തെ മന്താണ് ഡിസംബർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. നേരത്തെ പറഞ്ഞ സ്റ്റോറിയിലെ പോലെ നമുക്ക് ആക്ച്വലി നമ്മുടെ റിയൽ ലൈഫുമായിട്ട് നമുക്ക് വിട്ടു പോകാനും പറ്റില്ല. പക്ഷേ നമ്മളുടെ പ്രോഗ്രാമിങ്ങിൻ്റെ ആസ്പെക്ട്സ് നമുക്ക് കിട്ടാൻ വേണം. അപ്പോൾ പ്രോഗ്രാമർ ഇവിടെ മനഃപൂർവ്വം ഉപയോഗിക്കുന്ന ചില സംഗതികളാണിത്. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേ ആണ്. അങ്ങനെയാണെങ്കിൽ 2 ഡയമെൻഷണൽ അറേ എന്തായിരിക്കും? 3 ഡയമെൻഷണൽ അറേ ഉണ്ടോ? 4 ഡയമെൻഷണൽ അറേ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, 2 ഡയമെൻഷണൽ അറേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സിമ്പിളായിട്ട് അതിനെ അസ്യൂം ചെയ്യാൻ പറ്റും. 3 ഡയമെൻഷനിലും നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാൻ പറ്റും. 4th ഡയമെൻഷനിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഫിസിക്കലി നമുക്കത് എന്താണെന്നുള്ളത് അസ്യൂം ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമ്മൾക്ക് ലോജിക്കലി അത് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു 2 ഡയമെൻഷണൽ അറേ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയ ഒരെണ്ണം വയ്ക്കാം, ഇൻറ്റ് വേറെ എന്തെങ്കിലും കൊടുക്കുകയാണ്. ഓക്കെ, വെറുതെ ഒരു പേര് കൊടുത്തു, നെയിം എന്ന് കൊടുത്തു. ഇതൊരു 2 ഡയമെൻഷണൽ അറേ ആണ്. ഇങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് എത്ര വാല്യൂസ് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 0 ഉണ്ടാവും, 0 1 ഉണ്ടാവും, ഇനി 1 0 ഉണ്ടാവും, 1 1 ഉണ്ടാവും. അങ്ങനെ 4 വാല്യൂസ് ഉണ്ടാവും. ആക്ച്വലി നമുക്കിതിനൊക്കെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. നമ്മൾക്കിവിടെ ആക്ച്വലി വേണമെങ്കിൽ 2 2 എന്നുള്ളതിനെ 2 3 എന്നാക്കാം. നമുക്കിതിലേക്ക് ഈ പറഞ്ഞ നെയിമിൻ്റെ എല്ലാ പാർട്സിലേക്കും, എല്ലാ ബോക്സിലേക്കും നമുക്ക് വാല്യൂസ് ഫില്ല് ചെയ്യണം. നമ്മൾക്കത് യൂസറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. ഒരു ഫോർ ലൂപ്പ് എഴുതാണ് ഞാൻ. ഫോർ ലൂപ്പിനകത്ത് എനിക്കിവിടെ ഒരു വേരിയബിളൊക്കെ വേണം. ഇൻറ്റ് ഞാൻ ഐ ഉപയോഗിക്കുന്നു. i = 0, i ലെസ്സർ ദാൻ 2 കൊടുക്കുന്നു. ഈ 2 നമ്മുടെ നെയിം ഓഫ് 2 of 3 എന്നുള്ളതിൻ്റെ 2 ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഐനെ ഞാൻ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് ഞാൻ വേറൊരു ഫോർ ലൂപ്പ് കൊടുക്കുന്നു. അപ്പോൾ എനിക്കിവിടെ ഒരു വേരിയബിൾ കൂടി വേണം. ഞാൻ j = 0 എന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി ജെനെ ഞാനിവിടെ ഇനീഷ്യലൈസ് ചെയ്തു. j is lesser than what? 3 ആണ് ആക്ച്വലി. ജെനെയും ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബോഡിയിൽ ഞാൻ എഴുതുകയാണ് printf. മെസ്സേജ് എന്താണ്? എൻ്റർ വാല്യൂ ഫോർ %d by %d.
എന്താണ് ഈ 2%? ഒന്ന് നമ്മുടെ ഐൻ്റെ വാല്യൂ ആണ് ആക്ച്വലി ഇവിടെ വരുന്നത്. അതായത് 0 നമ്മൾക്ക് 0 നെയിം 0 ഫില്ല് ചെയ്യണമെങ്കിൽ അതാണ് ഇവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 0 പ്രിൻ്റ് ആവും ഫസ്റ്റ്. അത് കഴിഞ്ഞാൽ 01 പ്രിൻ്റ് ആവും, പിന്നെ 02 പ്രിൻ്റ് ആവും. നെക്സ്റ്റ് ടൈം ഈ ഫോർ ലൂപ്പ് കഴിഞ്ഞ് അടുത്ത ഫോർ ലൂപ്പ് ഒരു തവണ കൂടി ഇൻക്രിമെൻ്റ് ആയിട്ട് വരുമ്പോൾ 10 11 12 ഇങ്ങനെ പ്രിൻ്റ് ആവും. നമുക്കിതിനെ സ്കാൻഎഫും കൂടി എഴുതിയിട്ട് നമുക്ക് ഈ വാല്യൂസ് എല്ലാം ഇവിടെ വാങ്ങിച്ച് വെക്കുന്ന പോലെ ചെയ്യാം. ഇൻറ്റിജറാണ്, അതുകൊണ്ട് %d, കോമ, ഇവിടെ അഡ്രസ്സിനോട് %, പ്രത്യേകം ഇടേണ്ട ആവശ്യമില്ല. അതിൻ്റെ പേര് കൊടുക്കുന്ന സമയത്ത് അത് തന്നെയാണ് ഇതിൻ്റെ അഡ്രസ്സ്. ഇവിടെ IJ ഇങ്ങനെ ഇട്ടാൽ മതി. ഇതിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻ്റ് ആവുന്നതുകൊണ്ട് ഇതിങ്ങനെ വാല്യൂ തനിയെ ഇൻക്രിമെൻ്റ് ആയിട്ട് ഇത് എടുത്തോളും. ഓക്കെ, ഇനി ഞാൻ ഇതിനെ പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇതിനെങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നത്? ഏകദേശം ഇതേ സെറ്റപ്പൊക്കെ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഈ ഫോർ ലൂപ്പിനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾക്ക് ആവശ്യം ഇവിടെ പ്രിൻ്റ് ഉണ്ട്, സ്കാൻഎഫിൻ്റെ ആവശ്യമില്ല. ഞാൻ സ്കാൻഎഫ് ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ സംഗതി ഒന്നും ആവശ്യമില്ല, നമുക്കൊരു %d മാത്രം മതി. നമുക്കിതിനെ ഓടിച്ച് നോക്കാം. എവിടെയോ പുള്ളി പ്രശ്നം പറയുന്നുണ്ടല്ലേ. ലൈൻ നമ്പർ 12 പ്രശ്നം പറയുന്നത്. i = 0, i <2, i++. ഇവിടെ എന്താണ് പ്രശ്നം? എക്സ്പെക്റ്റഡ് സെമിക്കോളൻ, ഇവിടെ എവിടെയോ ഒരു സെമിക്കോളൻ പുള്ളി പ്രതീക്ഷിക്കുന്നുണ്ട് ഫോർ ലൂപ്പിൻ്റെ അകത്ത്. ഓക്കെ, ഇവിടെ ഒരു കോമയാണ് ഇട്ടിട്ടുള്ളത്, ഇവിടെ സെമിക്കോളൻ ആയിരുന്നു നമുക്ക് ആവശ്യം. സെയിം മിസ്റ്റേക്ക് വി റിപ്പീറ്റ് ഹിയർ ഓൾസോ. ഇനി ഓടിച്ച് നോക്കാം. നമ്മളോട് വാല്യൂ ചോദിക്കുന്നുണ്ട്, എൻ്റർ വാല്യൂ ഫോർ 00. നമുക്കത് കഴിഞ്ഞിട്ട് ഒരു സ്പേസും ഒരു കോളനൊക്കെ വേണമായിരുന്നു. നമുക്കത് കൂടി ഇട്ട് കൊടുത്ത് നോക്കാം. സ്പേസ് കോളൻ സ്പേസ്, ഇനി റൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കുറച്ചൊരു ഭംഗിയായിട്ടുണ്ടല്ലേ. 0/0 നമുക്ക് എന്ത് വാല്യൂ വേണം? ഞാൻ 7 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. സെഗ്മെൻറ്റേഷൻ ഫോൾട്ട്, നമ്മൾ എടുത്ത രീതിയിൽ എന്തോ പ്രശ്നം ഉണ്ടാവും. നമ്മളിവിടെ 7 കൊടുത്തതിനെ അവിടെ %d, ഓക്കെ, നെയിം i ഓഫ് j നമ്മൾ കൊടുത്ത ഇത് ഇൻറ്റിജർ തന്നെയാണ്. പിന്നെ എവിടെയാണ് പ്രശ്നം? നമ്മൾക്കിവിടെ ഒരു %, കൊടുത്ത് നോക്കാം. ഓക്കെ, ഇത്തവണ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സായിട്ട് അതിനെ എടുത്തില്ലായിരുന്നു, ഇതിൻ്റെ വേരിയബിൾ നെയിമായിട്ടാണ് എടുത്തത്. നമ്മൾ %, കൊടുത്തപ്പോൾ ആ വാല്യൂവിൻ്റെ മീൻസ് ആ പൊസിഷൻ്റെ അഡ്രസ്സിലേക്ക് അതെടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് വാല്യൂ 8 കൊടുത്തു. 01 ചോദിക്കുന്നുണ്ട്, ഞാൻ 7 കൊടുത്തു. ഇപ്പോൾ 02 ചോദിക്കുന്നുണ്ട്, ഞാൻ 3 കൊടുത്തു. നെക്സ്റ്റ് 10 ചോദിച്ചു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുകൂടി കഴിഞ്ഞാൽ എല്ലാ വാല്യൂസും കഴിഞ്ഞു അല്ലേ. അത് കഴിഞ്ഞാൽ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 8 7 3 4 5 6 ഇങ്ങനെയൊക്കെയാണ് പ്രിൻ്റ് വന്നത്. പക്ഷേ നമ്മൾക്ക് പ്രിൻ്റ് ഒന്നുകൂടി ഒരു ഓർഡറിൽ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഫസ്റ്റ് 3 പ്രിൻ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇതിൽ നമ്മൾക്ക് ഒരു 4 സ്പേസ് ഇട്ട് കൊടുക്കാം. അടുത്തത് ഈ ഫോർ ലൂപ്പ് ഒരു തവണ കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്ത ലൈനിലേക്ക് പോകാം. അടുത്ത ലൈനിലേക്ക് പോകാൻ എന്ത് ചെയ്യണം? ഒരു പ്രിൻ്റ് /n മാത്രം പ്രിൻ്റ് ചെയ്യിപ്പിച്ചാൽ മതി. ഓക്കെ, ഇനി ചെയ്ത് നോക്കാം. വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നല്ല ഭംഗിയായിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഇതാണ് ശരിക്കും റോ ആൻഡ് കോളമായിട്ട് നമുക്ക് പ്രിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇൻപുട്ട് എടുക്കുന്ന സമയത്ത് നമ്മളൊരു എക്സ്ട്രാ എൻ്റർ അടിച്ചെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് 4 താഴെ വന്നിരിക്കുന്നത്. എനിവേ, ഇതാണ് നമ്മൾ ഇപ്പോൾ 2 ഡയമെൻഷണൽ അറേയിൽ നമ്മൾ ഫില്ല് ചെയ്ത വാല്യൂസ്. ഓക്കെ, അറേ എന്താണെന്ന് നമ്മൾ നോക്കി. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പോയിൻ്റർ ആണ് നോക്കുന്നത്. നമ്മൾക്ക് പോയിൻ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ അത് കുറച്ച് ഡീറ്റെയിൽ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് ഇടുക. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. താങ്ക് യു. ദാറ്റ്സ് ഓൾ.